Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആരും തന്നെ ട്രൈ ചെയ്ത് കാണില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇത് പീച്ചിങ്ങയുടെ തൊലി, നമ്മൾ സാധാരണ ചെത്തിക്കളയാറുള്ള പീച്ചിങ്ങയുടെ തൊലി വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ആ തൊലി കളയില്ല. അത്ര ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ പീച്ചിങ്ങ തൊലി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ പീച്ചിങ്ങയുടെ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇതാണ് പീച്ചിങ്ങ. പലർക്കും പീച്ചിങ്ങ എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ പീച്ചിങ്ങ എന്നാണ് ഇതിന് പറയാറുള്ളത്. ഇംഗ്ലീഷിൽ റിഡ്ജ് ഗോർഡ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ സാധാരണ ചെത്തിക്കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലി കളയാതെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഉണ്ട്. അതൊന്ന് ഇതേ വലിപ്പത്തിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിഷമൊന്നും അടിച്ചിട്ടുള്ള പീച്ചിങ്ങ ആണെങ്കിൽ അതിൻ്റെ തൊലി എടുക്കരുത്. ഇത് നാടൻ പീച്ചിങ്ങയാണ്. വിഷമൊന്നും അടിക്കാതെ കിട്ടിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പീച്ചിങ്ങയുടെ തൊലിയാണ്. അപ്പോൾ അത് വിഷം അടിച്ചാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുകയാണെങ്കിലും എടുക്കാവുള്ളൂ. അപ്പോൾ പീച്ചിങ്ങയുടെ തൊലി നമുക്ക് ആദ്യം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 തൊട്ട് 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ചമ്മന്തിക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് വെന്ത് പോവുകയോ അല്ലെങ്കിൽ മുരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അതൊന്ന് വാടി വന്നാലും മാത്രം മതി. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമുക്ക് എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിലേ ഒരു ഊണം കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി കഴിക്കാനായിട്ട്. ഒരുപാട് ചമ്മന്തി ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. നിങ്ങൾ ചക്കക്കുരു ചമ്മന്തിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ ചമ്മന്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യാതിരിക്കരുത്. ഇത് വെറുതെ നമ്മൾ കളയുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ അത് ഇത്രയും ടേസ്റ്റായിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കളയേയില്ല. അപ്പോൾ അതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 5 ചെറിയ ഉള്ളി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാൻ 5 എടുത്തേക്കുന്നത്. നിങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 8 10 വരെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 5 വറ്റൽമുളകാണ്. എരിവിന് ആവശ്യമായത്രയും മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 എടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. എരിവും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പോളം തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പീച്ചിങ്ങയുടെ തൊലിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഏകദേശം അതേ അളവിൽ തന്നെ വേണം തേങ്ങ എടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് പീച്ചിങ്ങയുടെ തൊലിയും പീച്ചിങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടെ മുന്നിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പീച്ചിങ്ങ തൊലിയും കൂടുതൽ തേങ്ങ ആയിക്കഴിഞ്ഞാൽ ചമ്മന്തി സാധാരണ ഒരു ചമ്മന്തി പോലെ ഇരിക്കും. പീച്ചിങ്ങയുടെ ടേസ്റ്റ് അതിലേക്ക് വരില്ല. അപ്പോൾ രണ്ടും ഏറെക്കുറെ ഒരേ അളവിന് എടുക്കണം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങ അങ്ങ് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ കളർ അധികം മാറുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ആ പീച്ചിങ്ങ വഴറ്റിയ എണ്ണ ഉണ്ടല്ലോ, അത് തേങ്ങയിലേക്കൊന്ന് പിടിച്ചു വരണം. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം കൂടെ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. അത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ നേരം വറുത്തെടുക്കരുത്. ഇത്രയും മതിയാവും. ചെറുതായിട്ടൊന്നിപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പീച്ചിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും മൂത്ത പീച്ചിങ്ങയുടെ തൊലി എടുക്കരുത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സോഫ്റ്റായിട്ട് ചമ്മന്തി കിട്ടില്ല. അധികം മൂക്കാത്ത പീച്ചിങ്ങയുടെ തന്നെ വേണം തൊലി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പീച്ചിങ്ങ തൊലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും മുളകും ഇഞ്ചിയും പുളിയും എല്ലാം കൂടെ ചേർന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് പുളി ഉപ്പും ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പുളി ഉപ്പൊന്നും കുറഞ്ഞു പോകരുത്.
അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ അരയണം, എന്നാൽ മാത്രമേ പിച്ചിങ്ങയുടെ തൊലി നന്നായിട്ട് അരഞ്ഞ് ചമ്മന്തിയിലേക്ക് ചേർന്ന് കിട്ടുള്ളൂ. അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ച് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. വെള്ളമൊന്നും ചേർക്കരുത്. ഉള്ളിയുടെ ആ ഒരു ചെറിയ ജലാംശമൊക്കെ അതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ടാണ് ആവശ്യത്തിന് ഉള്ളിയും ചേർക്കണം എന്ന് പറയുന്നത്. ഉള്ളിയും കൂടെ വന്നാലേ, നിറച്ച് ഉള്ളിയും കൂടെ വരുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു 5 മുതൽ 10 വരെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം ഇത്രയും ടേസ്റ്റിൽ തന്നെ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വെറൈറ്റി വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്